ജനനായകൻ ഇ.കെ. നായനാരുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ നാടിന്റെ സ്മരണാഞ്ജലി കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. കേരളത്തിന്റെ ജനപ്രിയ നേതാവിന്റെ ഓർമ്മ പുതുക്കി സംസ്ഥാനമെമ്പാടും അനുസ്മരണ പരിപാടികൾ നടന്നു. ഇ.കെ. നായനാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലത്ത് നൂറുകണക്കിന് ആളുകൾ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ CPIM നേതാക്കളും പ്രവർത്തകരും നായനാരുടെ കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. ഭരണശ്ശേരിയിലെ നായനാർ അക്കാദമിയിൽ പതാക ഉയർത്തി. തുടർന്ന് ചേർന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നായനാർ കേരളത്തിലെ ജനങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ വഴികാട്ടിയായി നമ്മുടെ മുമ്പിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ് സഖാവ് നായനാരുടെ പ്രത്യേകത. സഖാവ് നായനാരുടെ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുറന്നു വെച്ച പുസ്തകം പോലെ നമുക്കെല്ലാം പകർത്താനും ഏറ്റെടുത്ത ചുമതലകളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയുള്ള വർത്തമാന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന അതിൻ്റെ ദിശാബോധം കൃത്യമായിട്ട് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് ഈ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാം എന്നാണ് ഈ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആദ്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്. അനുസ്മരണ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം P.K. ശ്രീമതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ P. ജയരാജൻ, T.V. രാജേഷ്, V. ശിവദാസൻ, N. ചന്ദ്രൻ, നായനാരുടെ മക്കളായ ഉഷ, കൃഷ്ണകുമാർ, വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം AKG സെന്ററിൽ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പതാക ഉയർത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന് മുന്നിൽ ട്രസ്റ്റ് ചെയർമാൻ M. വിജയകുമാറിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. കൈരളി ന്യൂസ്, കണ്ണൂർ, തിരുവനന്തപുരം.